ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ പോലീസ് കോൺസ്റ്റബിൾ 2020 ഞാനിന്ന് നിങ്ങളുടെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന, അതായത് കഴിഞ്ഞ കൊല്ലം 22/7/2018 63/2018 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ കേരള പോലീസ് സിവിൽ പോലീസ് കോൺസ്റ്റബിൾ, അതായത് സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും PSCക്ക് പോലീസ് കോൺസ്റ്റബിളിന് എന്ത് രീതിയിലാണ് എക്സാം നടത്തുന്നത്, ഏത് പൾസിലാണ് PSC ആ എക്സാം നടത്തുന്നത് എന്ന് നമുക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കതനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മാത്രം പഠിക്കാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ തലവാരി കയറ്റിയിട്ട് കാര്യമില്ല. ആവശ്യമുള്ളത് മാത്രം പഠിച്ച് എക്സാം ഹാളിൽ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൂ വാസ് ഗിവൺ ദ ടൈറ്റിൽ ഓഫ് കവിതിലകം ബൈ മഹാരാജ ഓഫ് കൊച്ചിൻ? കൊച്ചി മഹാരാജാവ് കവിതിലക പട്ടം നൽകിയത് ആർക്കാണ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ, കുമാരഗുരു, കുമാരനാശാൻ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, പണ്ഡിറ്റ് കറുപ്പൻ. ഉത്തരം ബി, പണ്ഡിറ്റ് കറുപ്പനാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ദ ബുക്ക് മോക്ഷപ്രദീപ ഈസ് ഓതറൈസ്ഡ് ബൈ ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഇവിടെ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന പുസ്തകം. വേർ ഈസ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബ്രഹ്മസമാജം സ്റ്റാർട്ടഡ് ഇൻ കേരള? ഓപ്ഷൻ നോക്കാം: കൊച്ചി, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്. ഉത്തരം ഡി, കോഴിക്കോടാണ് ഉത്തരം. ദ ഓൺലി വൺ ഡിസ്ട്രിക്ട് ഇൻ കേരള പ്രൊഡ്യൂസ് ടൊബാക്കോ എന്ന് പറഞ്ഞാൽ കേരളയിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. വയനാട്, ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ. ഇവിടെ ഉത്തരം സി, കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഇസ് ഉക്കായി ഡാം ലൊക്കേറ്റഡ്? രവി, നർമ്മദ, ബിയാസ്, താപ്തി. ഓപ്ഷൻ ഡി, താപ്തിയിലാണ് ഉക്കായി ഡാം ഉള്ളത്, താപ്തിയിലാണ്. അടുത്ത ചോദ്യം: ചുതാക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ബീങ് കൺസ്ട്രക്റ്റഡ് ബൈ NHPC ഇൻ കാർഗിൽ ഈസ് ഓൺ ദ റിവർ? ഓപ്ഷൻ നോക്കാം: സുരു, ജലം, കുണാർ, രവി. ഓപ്ഷൻ എ, സുരുവിലാണ് ചുടാക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അടുത്ത്, കൺസിഡറിങ് സീ പോർട്ട് GPS സ്റ്റാൻഡ്സ് ഫോർ? GPS-ൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം: ഗ്രീൻവിച്ച് പ്ലേസ്മെൻറ്റ് സിസ്റ്റം, ഗ്ലോബൽ പ്ലേസ്മെൻറ്റ് സിസ്റ്റം, ജർമ്മൻ പ്ലേസ്മെൻറ്റ് സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം: അൻഷി നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ്? ഓപ്ഷൻ നോക്കാം: ആന്ധ്രാപ്രദേശ്, ത്രിപുര, കർണാടക, തമിഴ്നാട്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലാണ് അൻഷി നാഷണൽ പാർക്ക് എന്നുള്ളതും നമുക്ക് ഓർത്തിരിക്കാം. അടുത്ത ഒൻപതാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് എയർലൈൻ ടു ലോഞ്ച് ഫ്ലൈറ്റ് ടു ചൈന? സഹാറ എയർലൈൻസ്, ഇൻഡിഗോ എയർലൈൻസ്, കിങ്ഫിഷർ എയർലൈൻസ്. ഓപ്ഷൻ ഡി, ജെറ്റ് എയർവേസ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി, ജെറ്റ് എയർവേസ് ആണ് ചൈനയിലോട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റ് വിട്ടത്. ഓക്കെ, അടുത്ത് ചോദ്യം നോക്കാം. പത്താമത്തെയാണ്. നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ഈസ് ലൊക്കേറ്റഡ് അറ്റ്? ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ നോക്കാം: തിരുവനന്തപുരം, തൃച്ചി, ബാംഗ്ലൂർ, ത്രിപുര. ഇവിടെ ഉത്തരം തൃച്ചിയിലാണ് നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ഈസ് ലൊക്കേറ്റഡ്. അടുത്ത് ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം: പകൽപന്തി മൂവ്മെൻറ്റ് വാസ് ഓഫ്? ഓപ്ഷൻ ഗാരോ, നാഗ, പഹാരിയ, സാന്താൾ. ഇവിടെ ഉത്തരം ഗാരോയാണ്. പകൽപന്തി മൂവ്മെൻറ്റ് അവരുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ്, ഗാരോയുമായി ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ്. ഗാരോ ട്രൈബ്സാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് പകൽപന്തി മൂവ്മെൻറ്റ്. അടുത്ത ചോദ്യം: വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വാസ് റൂൾഡ് ബൈ ദ അഹോം ഡൈനാസ്റ്റി? അഹോം ഡൈനാസ്റ്റി ഏത് സ്റ്റേറ്റിലാണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം: ത്രിപുര, നാഗാലാൻഡ്, അസാം, മണിപ്പൂർ. ഇവിടെ ഉത്തരം അസാമാണ്. അസാമിലാണ് അഹോം ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത്. അതായത് അഹോം, അസാം എന്നുള്ളത് നമുക്കിവിടെ കണക്ട് ചെയ്തും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് ദ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഫ്രം ഡക്കാൻ പ്ലാറ്റ്യൂ? ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനെയും ഡക്കാൻ പ്ലാറ്റ്യൂവിനെയും തമ്മിൽ വേർതിരിക്കുന്ന
മലനിരകൾ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. ദ സഹ്യാദ്രി, ദ വിന്ധ്യാസ്, ദ ആരവല്ലി, ദ സത്പുര. ഇവിടെ ഉത്തരം ദ വിന്ധ്യാസ് ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ദ ടൈഡൽ പോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വേലികേറ്റ തുറമുഖം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. വിശാഖപട്ടണം, കൊച്ചിൻ, കാണ്ടള, മുംബൈ. ഇവിടെ ഉത്തരം കാണ്ടളയാണ് ഇന്ത്യയിലെ വേലികേറ്റ തുറമുഖം. 15ാമത്തെ ചോദ്യം. ദ ജരാവാസ് വാസ് എ ട്രൈബൽ പീപ്പിൾ ഓഫ്. ഓപ്ഷൻ നോക്കാം. മേഘാലയ, ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, മധ്യപ്രദേശ്, ബീഹാർ. ഇവിടെ ഉത്തരം ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ്. അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ കാണപ്പെടുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു തരം ആൾക്കാർ. അതാണ് ജരാവാസ് എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ആണ്, ആദിമ മനുഷ്യരാണ്, അതായത് ആദിവാസികളാണ്. അടുത്ത ചോദ്യം. ഹൂ എമംഗ് ദ ഡൽഹി സുൽത്താൻസ് വാസ് നോൺ ആസ് ലാഖ് ബക്ഷ്. ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. കുത്ബുദ്ദീൻ ഐബക്ക്, ബാൽബൻ, സിക്കന്ദർ ലോധി, ഇൽത്തുമിഷ്. ഇവിടെ ഉത്തരം സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം. കുത്ബുദ്ദീൻ ഐബക്കാണ് ഡൽഹി സുൽത്താൻ ലേറ്റിലെ ലാഖ് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം. ദ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് വർക്ക് രാഗദർപ്പൺ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ്. ഓപ്ഷൻ നോക്കാം. സുൽത്താൻ ഷാജഹാൻ, അക്ബർ, ഫിറോസ് തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇവിടെ ഉത്തരം ഫിറോഷ തുഗ്ലക്കാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ചോദ്യം 18. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ റിസർച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ്. ഓപ്ഷൻ നോക്കാം. ഭോപ്പാൽ, റാഞ്ചി, ഷിംല, ബാംഗ്ലൂർ. ഇവിടെ ഉത്തരം ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 19. ദ ട്രീറ്റി ഓഫ് സിഗൗളി ഡിഫൈൻ ദ റിലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വിത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് നൈബേഴ്സ്. ട്രീറ്റി ഓഫ് സിഗോളി ഏത് അയൽ രാജ്യവുമായിട്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബർമ, ശ്രീലങ്ക. ഇവിടെ ഉത്തരം നേപ്പാളാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 20. ദ റെഗുലേഷൻ 17 പാസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് റിലേറ്റഡ് ടു. 17ാമത്തെ റെഗുലേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അബോളിഷൻ ഓഫ് സ്ലേവറി, സപ്രസിംഗ് ഓഫ് തഗ്സ്, അബോളിഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം, അബോളിഷൻ ഓഫ് സതി. ഇവിടെ ഉത്തരം അബോളിഷൻ ഓഫ് സതിയാണ് റെഗുലേഷൻ 17. സതി റെഗുലേഷൻ ആക്റ്റാണ് റെഗുലേഷൻ 17 എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത് ചോദ്യം നോക്കാം. 21ാമത്തെ ചോദ്യം. ദ സാരബന്ദി ക്യാമ്പയിൻ ഓഫ് 1922 വാസ് ലെഡ് ബൈ സുഖദേവ്, സിആർ ദാസ്, മോത്തിലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ. ഇവിടെ ഉത്തരം വല്ലഭായ് പട്ടേലാണ്. സാരബന്ദി ക്യാമ്പയിൻ 1922 നേതൃത്വം കൊടുത്തത് വല്ലഭായ് പട്ടേലാണ്. അടുത്ത ചോദ്യം 22. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഓൺ. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തതെന്നാണ്. ഓപ്ഷൻ എ 2014, 2015, 2016, 2017. ഇവിടെ ഉത്തരം 2015 ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അടുത്ത ചോദ്യം 23. ദ ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്യൂഡ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇൻ ദ ഇയർ. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം. ഓപ്ഷൻ നോക്കാം. 1961, 1964, 1965, 1967. ഇവിടെ ഉത്തരം 1961. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം. വേർ വാസ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സൂറിച്ച്. ഇവിടെ ഉത്തരമാണ് പാരീസിലാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചെയ്തിരിക്കുന്നത്, പാരീസിലാണ്. അടുത്ത് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് 25ാമത്തെ ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഭരണഘടനയുടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. രാജേന്ദ്ര പ്രസാദ്, JB കൃപാലിനി, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ഇവിടെ ഉത്തരം JB കൃപലാനിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നമ്മുടെ 25 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു 25 ചോദ്യം ഈ ഒരു ലെവലിൽ ഒരു ക്ലാസ്
അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞു തരാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പി എസ് സിയുടെ ടേസ്റ്റ് മനസ്സിലാക്കുക. അതായത് പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയ്ക്ക് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള രീതി, അതാണ് ഈ 25 ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 25 ചോദ്യം വഴി ഈ ഒരു ചോദിച്ച ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി, അതുപോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ആ രീതി നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എയിമിലേക്ക് അധികം മെനക്കെടാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ആ ഒരു പോർഷൻ കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ് അത് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി പി എസ് സി ചോദിച്ച രീതി മനസ്സിലാക്കി മാത്സും ഇംഗ്ലീഷും വർക്കൗട്ട് ചെയ്താൽ കുറേ കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ഈ എക്സാമുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് ഞാൻ അടുത്ത ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് ഇതുപോലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.